എന്താണ് ഈ വിധിനായം കേട്ട് പുറത്തിറങ്ങുമ്പോൾ പറയാനുള്ളത്? വിധി വന്നതിന് ശേഷം പറയാം. ഇപ്പം പരമാവധി ശിക്ഷ ലഭിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ലഭിക്കും എന്നാണ് കോടതിയിൽ നിന്നുള്ള പ്രതീക്ഷ അല്ലേ? അല്ല, മകൾക്ക് നീതി കിട്ടുകയല്ലേ? പ്രോസിക്യൂഷനൊക്കെ പരമാവധി കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചു. നന്നായിട്ട് വാദിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി 100% അദ്ദേഹം എന്ത് വിധി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്ന അമ്മ? എന്താ പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ശേഷം വന്ദനയുടെ മാതാപിതാക്കൾ നടത്തിയ പ്രതികരണമാണിത്. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷ. വിധി, അതായത് പ്രതിക്ക് ശിക്ഷ വിധിച്ച ശേഷം ഈ കേസിൽ വിശദമായ പ്രതികരണം നടത്താമെന്നാണ് വന്ദനയുടെ കുടുംബം പ്രതികരിക്കുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോലീസ് ചികിത്സയ്ക്കെത്തിച്ച സന്ദീപ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കേസിൽ 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഡോക്ടർ വന്ദനാദാസിനെ പ്രതി കൊലപ്പെടുത്തി എന്നുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ്, അതേപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിലുള്ള 307 വകുപ്പ്, അതീവ ഗുരുതരമായ രീതിയിലുള്ള പരിക്കേൽപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് 326 വകുപ്പ്, 324 വകുപ്പ്, 323 വകുപ്പ്, ഡോക്ടർ വന്ദനാദാസിനെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തി എന്നുള്ള കുറ്റകൃത്യത്തിന് 341 വകുപ്പ്, അതേപോലെ തന്നെ ഔദ്യോഗിക ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കി എന്നുള്ള കുറ്റകൃത്യത്തിന് 333, 332 വകുപ്പുകൾ, അതുപോലെ തന്നെ കുറ്റകൃത്യത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് 201 വകുപ്പ്, ഒരു ഹോസ്പിറ്റലിൽ അക്രമം അഴിച്ചുവിട്ടതിന് ഹോസ്പിറ്റൽ വയലൻസ് പ്രൊഹിബിഷൻ ആക്ടിലെ 3-4 വകുപ്പുകൾ. ഈ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ സ്വാഭാവികമായും കോടതിയിൽ ആരോപിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിട്ടുള്ളതായി, സംശയാതീതമായി തെളിഞ്ഞിട്ടുള്ളതായി, ഈ പ്രോസിക്യൂഷന്റെ ആ വാദങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതായും, പ്രതിക്ക് ഇൻസാനിറ്റി ഉണ്ട് എന്നുള്ള പ്രതിഭാഗം തർക്കം ഒരു കാരണവശാലും നിലനിൽക്കത്തില്ല എന്നുമാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, 2023 മെയ് 10 കേരളം ഏറ്റവും ഞെട്ടലോടെ കേട്ട വാർത്തയാണ്. ഒരാശുപത്രിക്കുള്ളിൽ വെച്ച് ഒരു ഡോക്ടർ കുത്തേറ്റ് കൊല്ലപ്പെട്ട സംഭവം. ആശുപത്രിക്കുള്ളിൽ ആരോഗ്യപ്രവർത്തകർ ഒട്ടും സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസായിരുന്നു. കാരണം പലപ്പോഴും ആരോഗ്യപ്രവർത്തകർക്ക് നേരെയുള്ള പല രീതിയിലുള്ള ആക്രമണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും ഇതുപോലൊരു നിഷ്ഠൂരമായ കൊലപാതകം നടന്നതിൻ്റെ നടുക്കം ഇപ്പോഴുമുണ്ട്. ഏക മകളെയാണ് ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത്. അത്രയധികം വേദന. ആ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്വന്തമായൊരു ആശുപത്രി വരെയും നിർമ്മിച്ച കുടുംബം, മാതാപിതാക്കൾ. മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി 2.5 വർഷത്തിലധികം നിയമ പോരാട്ടം നടത്തിയ കുടുംബം. എന്തായാലും പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുമ്പോൾ ഒരു പരിധിവരെയും ഡോക്ടർ വന്ദനാദാസിന് നീതി കിട്ടിയെന്ന് പറയാം. പക്ഷേ അവിടെയും എന്ത് ശിക്ഷയാകും ഇയാൾക്ക് നൽകുക എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്, മലയാളികൾ ഉറ്റുനോക്കുന്നത്. പരമാവധി ശിക്ഷ വേണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്. എന്താണിന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ വിധി പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയത്? ടോം, വളരെ പ്രമാദമായ ഒരു കേസാണ് ടോം. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകണം എന്ന് ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒരു കേസ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു കേസിന്റെ ഈ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസ് ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചത്. കാരണം അത്രത്തോളം ഗൗരവമേറിയ വിഷയമാണ്. എല്ലാവർക്കും ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്നതുമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം 70-ൽ പരം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഈ സാക്ഷിമൊഴികളെല്ലാം തന്നെ ഈ കോടതിയിൽ നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന്റെ
വിചാരണ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കേസ് അന്വേഷിച്ച് 90 ദിവസത്തിനുള്ളിൽ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ ദിവസത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ കാര്യം. തുടർന്നാണ് ഇത് കൊല്ലം ജില്ലാ കോടതിയിൽ ഇതിന്റെ വിചാരണ തുടങ്ങുന്നത്. അപ്പോൾ പ്രോസിക്യൂഷൻ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇതിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ വാദിച്ചത്. പക്ഷേ പ്രതിഭാഗം തുടക്കം മുതൽ തന്നെ ഈ കേസിൽ പറഞ്ഞിരുന്നത് ഈ പ്രതിക്ക് പ്രതിയുടെ മാനസികാവസ്ഥ വളരെ മോശമാണ്, മനോനില തെറ്റിയ ആളാണ് എന്നതടക്കമായിരുന്നു പ്രതിഭാഗം ബാധിച്ചത്. പക്ഷെ ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഈ പ്രതിയെ, അതായത് സന്ദീപിനെ ആശുപത്രിയിൽ നിന്നും അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇയാൾ ഒരാളെ പോലെയായിരുന്നു പെരുമാറിയത്. പക്ഷേ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു ഇയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് അന്വേഷിച്ചവർക്ക് അറിയാം. ഇത് എങ്ങനെ കോടതിയിൽ തെളിയിക്കും എന്നുള്ളതായിരുന്നു വലിയൊരു വെല്ലുവിളി. അങ്ങനെ ഈ സന്ദീപിനെ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പോലും ഇയാൾക്ക് അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടർ വിധി എഴുതുകയും ചെയ്തതാണ്. അപ്പോൾ ഇത് കോടതിയിൽ തെളിയിക്കുക എന്നുള്ളത് വലിയൊരു നിർണായകമായ ഒരു ടാസ്കായി തന്നെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ടോം ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളോടൊന്ന് വെളിപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചു, കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കോടതി ഇത് കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടതും. അങ്ങനെ 19-ാം തീയതി മറ്റന്നാൾ ഈ കേസിൽ ശിക്ഷാ വിധി മറ്റന്നാളാകും ഉണ്ടാവുക. എന്തായാലും ഈ കേസിൽ ഇയാൾ സന്ദീപ് കുറ്റക്കാരനാണെന്ന് ഇന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ടോം, തീർച്ചയായും നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ ഇയാൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ചില കഥകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. സ്വാഭാവികം അങ്ങനെയാണെങ്കിൽ, കാരണം മാനസിക രോഗത്തിന് ചികിത്സ തേടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്കൊരു നിയമത്തിൻ്റെ ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിനുൾപ്പെടെ പല ആശങ്കകളും ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു നീതി നിഷേധിക്കപ്പെടുമോ, ഇയാൾ മാനസിക രോഗിയാണെന്ന് ഉള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളടക്കം പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷെ അതടക്കം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. മറ്റന്നാൾ കേസിൽ ശിക്ഷ വിധിക്കുകയാണ്. പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട്. കുടുംബം എന്താണ് ഈ വിധി കേട്ടെന്ന് പ്രതികരിച്ചത്? മാത്രമല്ല പ്രോസിക്യൂഷൻ ഈ പരമാവധി ശിക്ഷ, ഇത് അപൂർവമായൊരു കേസാണ്. ഒരു ഡോക്ടറുടെ ജോലി തടസ്സപ്പെടുത്തുന്നു. മാത്രമല്ല തൊഴിലിടത്ത് പോലും ഒരു സ്ത്രീക്ക് ഒരു സുരക്ഷയില്ല എന്ന് തെളിയിക്കുന്നൊരു സംഭവമായിരുന്നു. സ്വാഭാവികമായും അപൂർവമായ കേസായി ഇത് പരിഗണിച്ച് പരമാവധി ശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷൻ്റെ ആവശ്യം അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? പ്രോസിക്യൂഷൻ എന്താണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് 2023 മെയ് 10-നാണ് ഈ ഒരു കേസ് ഉണ്ടാവുന്നത്. ഇത് പുലർച്ചെ 4:30 കൂടിയാണ്. ഈ വാർത്ത തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് 18-നാണ്. ഈ സംഭവം ഞാനാണ് ശരിക്കും ഈ സംഭവം അറിഞ്ഞ് ആദ്യം അവിടെ എത്തുന്നത്. ഞെട്ടലോടെയാണ്, മറ്റുള്ളവരുടെ ഞെട്ടലോടെ നിന്നതിനെ ഒപ്പം തന്നെ ഞാനും ഇതിലൊരു ദൃക്സാക്ഷി തന്നെയാണ് ശരിക്കും. അങ്ങനെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത്രത്തോളം ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇത്. ഞാൻ നേരിൽ കണ്ട ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് എനിക്കിതിന്റെ ഗൗരവം അത്രത്തോളം അറിയുകയും ചെയ്യാം. ടോം, എന്തായാലും ഈ കേസിൽ ടോം സൂചിപ്പിച്ചതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ട് ഇതിനെ പരിഗണിക്കണം എന്നാണ് ഈ ഡോക്ടർ വന്ദനദാസിന്റെ മാതാപിതാക്കളടക്കം കോടതിയിൽ ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ പരിഗണിച്ച് ഈ പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം, നീതി ലഭ്യമാക്കണം എന്നതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. എന്തായാലും ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 19-ാം തീയതിയിലാണ് ഇതിന്റെ ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ ആ ശിക്ഷാ വിധിക്ക് ശേഷമാകും ഇവർ മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറയുക. എന്തായാലും മാതാവും പിതാവും കോടതിയിൽ എത്തിയിരുന്നു, രാവിലെ തന്നെ എത്തിയിരുന്നു. അപ്പോൾ 11 മണിക്ക് ശേഷമാണ് കോടതി നടപടികളൊക്കെ ആരംഭിച്ചത്. സന്ദീപിനെയും ഇന്ന് കോടതിയിൽ എത്തിച്ചിരുന്നു. യാതൊരു കൂസലുമില്ലാതെ സന്ദീപ് ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ചെയ്തു. പക്ഷേ നമുക്ക് എടുത്തു പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സന്ദീപ് ഒരു അധ്യാപകനാണ്, വിദ്യാസമ്പന്നനാണ്. ഈ കേസ് എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പഴുത് സ്വാഭാവികമായിട്ട് ഈ സന്ദീപ് ജയിൽ വാസം, അതായത് ഈ റിമാൻഡുകാര ജുഡീഷ്യൽ കസ്റ്റഡി കഴിയുമ്പോൾ തന്നെ നേടിയിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുകൾ ഇന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ കോടതിയിൽ നിർത്തി. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനോരോഗിയായിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ മനോരോഗത്തിന്റെ ഒരു മറവിൽ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു പഴുത്
ഇയാൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് അയാൾ കണ്ടെത്തിയത് ജയിലിൽ നിന്ന് തന്നെ ലൈബ്രറിയിൽ പോയി ഈ ഇതുമായി സൈക്കാട്രിക് സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ അയാൾ വായിച്ചിരുന്നു. അപ്പോൾ മനോരോഗ വിദഗ്ധർ വന്ന് ഇയാൾ കൗൺസിലിംഗ് ചെയ്തപ്പോഴെല്ലാം എങ്ങനെ അവരോട് ഇടപെടണം എന്നതടക്കം ഇയാൾ അവിടെ അത്തരത്തിലുള്ള പരിശീലനം സ്വയം നേടിയെടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയ പ്രോസിക്യൂഷൻ കൃത്യമായി ഇതിന്റെ തെളിവുകൾ സഹിതം കോടതിയിൽ വാദിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം ഇങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു പഴുത് പൂർണ്ണമായും പൊളിച്ചടുക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതെല്ലാം തന്നെ കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. വരുന്ന 19-ാം തീയതിയിൽ അനുകൂലമായ നല്ലൊരു വിധി തന്നെ ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നാട്ടുകാരും എല്ലാവരും തന്നെ കേട്ടോ. തീർച്ചയായും, കാരണം പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് വേണമെന്ന് കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ വന്ദനാദാസ് കൊലപാതകത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ ഉണ്ടായതല്ലേ വിനീഷ്? നമുക്കറിയാം, അതിനുശേഷം നിയമസഭയിലടക്കം ഇത് വലിയ ചർച്ചയായതാണ്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ബില്ല് കൊണ്ടുവരുന്ന നടപടികളിലേക്കൊക്കെ സർക്കാർ കടന്നതും ഈ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു കേസ്, പ്രത്യേകിച്ചും വിനീഷ്, ഈ സംഭവം ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ സംഭവത്തിന് ശേഷം ഉണ്ടായ ഒരു ഞെട്ടൽ, ഇപ്പോഴും നമുക്കറിയാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ വന്ദനാദാസിൻ്റെ ഓർമ്മകളുണ്ട്. അതിൻ്റെ നടുക്കം സഹപ്രവർത്തകരിലടക്കമുണ്ട്. ഇതെങ്ങനെയാണ് പിന്നീട് ഈ ആരോഗ്യ മേഖലയിലെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ജോലിസ്ഥലത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കൂടുതൽ പരിഗണനകൾ വരുന്നു, കൂടുതൽ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഇതെങ്ങനെയാണ് ഈ കേസിന് ശേഷം, ഈ സംഭവത്തിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ സംഭവത്തിന് ശേഷം തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോലും ഉണ്ടായിരുന്നു. അതായത് സുരക്ഷാ ജീവനക്കാർ ഒന്നും തന്നെ ആ സമയത്ത് ഇല്ലായിരുന്നു. വന്ദനാദാസിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എയ്ഡ് പോസ്റ്റിലുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരനെയാണ് ആക്രമിച്ചത്. തുടർന്ന് അതായത് ഈ വന്ദനാദാസിനെ ചികിത്സിക്കുന്ന സമയത്ത് പ്രതിയുമായിട്ട് പൂയപ്പള്ളി സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് എത്തിയിരുന്നത്. പക്ഷേ 2 പോലീസ് മാത്രമായിരുന്നു വിലങ്ങണിയിക്കാതെ കൊണ്ടുവന്നതടക്കം വലിയ ആരോപണങ്ങൾ ഉണ്ടായ ഒരു കേസ് കൂടിയാണ് ആ സമയത്ത്. അപ്പൊ അങ്ങനെയാണ് മുറിവിൽ മരുന്ന് വെക്കുന്ന സമയത്ത് പ്രകോപിതനായിട്ട് ഇയാൾ അക്രമം നടത്തിയത്. ആ സമയം എല്ലാവരും തന്നെ സ്വയരക്ഷാർത്ഥം പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട സാഹചര്യമായിരുന്നു. ആ സമയം ഈ പ്രതിയെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ പിടിച്ചു കെട്ടാനോ ഒന്നും തന്നെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. സുരക്ഷാ ജീവനക്കാർ പോലും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ എയർ പോസ്റ്റിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പ്രാണരക്ഷാർത്ഥം അയാൾക്ക് തലയ്ക്ക് അടിയേറ്റതോടുകൂടി പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട സാഹചര്യമായിരുന്നു. അപ്പോൾ പിന്നീടാണ് ആംബുലൻസ് ഡ്രൈവർമാരും ഉണ്ടായിരുന്ന കുറച്ച് ഡ്രൈവർമാരെല്ലാം ഓടി വന്ന് വരികയും ഇയാളെ പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്തത്. അപ്പം ഇത്രത്തോളം ഈ അക്രമാസക്തനായ സാഹചര്യത്തിൽ അയാളെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താനോ ഒന്നും തന്നെ ആരോഗ്യ ആശുപത്രിയിലില്ല എന്നുള്ളത് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കിയ സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പകരം വെക്കാനാകാത്ത ഡോക്ടറുടെ ജീവൻ ആർക്കും പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. കാരണം ഡോക്ടറെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമല്ല. അവിടെ നിന്നും ആ ആശുപത്രിയിൽ പോലും നല്ലൊരു ചികിത്സ ലഭ്യമായില്ല എന്നുള്ളതാണ് കേട്ടോ നമുക്ക് പറയേണ്ടത്. കുത്തേറ്റ് പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചപ്പോൾ ആ ഡോക്ടർക്ക് നിലവിൽ ആശുപത്രിയിൽ തന്നെ നല്ല ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അവിടെ നിന്നും മറ്റു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ചികിത്സ ലഭിക്കുകയാണ് പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് പോയ സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്ത് അതിനുശേഷം വലിയ കരുതലൊക്കെ ഉണ്ടെങ്കിൽ പോലും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ദിനംപ്രതി വർദ്ധിക്കുന്നുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രി അക്രമം നടക്കുന്നു. ഡോക്ടർമാരെ ഇപ്പോഴും അവർക്ക് ഭീതിയിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നത്. എല്ലാം മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം വന്നു എന്നും നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് വാർത്തകൾ നമ്മൾ ദിനംപ്രതി ചെയ്യുന്നതുമാണ് കേട്ടോ. അതാണ് വിനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിന് ശേഷം പല മാറ്റങ്ങളും ആശുപത്രികളിലെ സുരക്ഷയടക്കം വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. CCTVകൾ പലയിടത്തും സ്ഥാപിച്ചു. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയാണ്. പ്രത്യേകിച്ചൊരു അച്ഛൻ്റെ അമ്മയുടെയും ഏക മകൾ, ആ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന പെൺകുട്ടി
വന്ദനാദാസിൻ്റെ മരണ ആ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെയാണ് വലിയ നഷ്ടമുണ്ടാക്കിയത്. ഒരു യുവ ഡോക്ടറെയാണ് നഷ്ടമായത്. ഈ കേസ് ഏറ്റവും ഗൗരവമായി കാണേണ്ടത് വിദ്യാസമ്പന്നനായ കുട്ടികൾക്ക് പാഠങ്ങൾ പകർന്നു നൽകേണ്ട ഒരു അധ്യാപകൻ്റെ ഭാഗത്തുനിന്നാണ് ഈ ക്രൂരകൃത്യമുണ്ടായത്. അങ്ങേയറ്റം ലഹരിക്കടിമയായ മദ്യലഹരിയിലായിരുന്ന പ്രതി സന്ദീപ് അതിക്രൂരമായി വന്ദനാദാസിനെ കൊലപ്പെടുത്തുകയായിരുന്നു. 2.5 വർഷത്തിന് ശേഷമാണ് വന്ദനാദാസ് കൊലപാതകത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.